അസ്സലാമലൈക്കും. വെളുപ്പിന് 3 മണിയായി. എന്താ എല്ലാവരുടെയും പ്ലാൻ? നമുക്കൊന്ന് റാസൽ കൈമ വരെ പോയാലോ? ജബൽ ജേസിൽ പോയി സൺറൈസ് കണ്ടിട്ട് വരാം. എങ്കിൽ പോര്. നല്ല ഇരുട്ടുണ്ട്, ആരും പേടിക്കണ്ട. ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് പോയാൽ മതി. നല്ല തമാശയൊക്കെ പറഞ്ഞ് നല്ലൊരു ഹൊറർ മൂഡിൽ അങ്ങനെ പോവാം. നേരെ നല്ല പുലർന്നു തുടങ്ങി. ഇതെല്ലാവരും കാണുന്നുണ്ടല്ലോ. നമ്മളിതേ ജബൽ ജേസിലോട്ട് എത്താറായിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മളിതാ ജബൽ ജേസിലെത്തി. നല്ല ബ്യൂട്ടിഫുൾ സീനറി, ക്ലൗഡ്സ് ഒക്കെ മൗണ്ടിനെ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ അല്ലേ? ഈ സീനറി കണ്ട് എങ്ങനെയല്ലേ ഒരു പാട്ട് പാടാതിരിക്കുന്നത്? എങ്കിൽ പിന്നെ ഒരു പാട്ട് പാടിയേക്കാന്ന് കരുതി ഞാനും എൻ്റെ ബ്രദറും കൂടെ കൺമണി അൻപോട് കാതലും പാട്ടുപാടി. നിങ്ങളെല്ലാവരും എൻ്റെ ഷോർട്സ് കണ്ടായിരുന്നോ? ഫോട്ടോസ് ഇല്ലാതെ എന്താഘോഷം? ഫോട്ടോ ടൈം. ഇത്രയും വെളുപ്പിന് പോയിട്ട് തന്നെ ഫുഡ് എന്തെങ്കിലും കരുതിയാൽ വളരെ നല്ലത്. ഒരു ചെറിയ ചൂട് ചായയും എന്തെങ്കിലും സ്നാക്സും ഒക്കെ കരുതിയാൽ കുട്ടികളും ഹാപ്പി, നമ്മളും ഹാപ്പി. അങ്ങനെ നമ്മൾ കാണാൻ വന്ന ആളെത്തിയിട്ടുണ്ട്. നല്ല പിക്ചറിലൊക്കെ കാണുന്ന പോലെ അല്ലേ? ഇത് ജെയ് സ്ലൈഡർ. അഡ്വഞ്ചറസ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു റൈഡാണ്. ഞാൻ അത്ര അഡ്വഞ്ചറസ് അല്ലാത്തതുകൊണ്ട് ട്രൈ ചെയ്തില്ല കേട്ടോ. രാത്രി ഇരുട്ടത്ത് വന്നപ്പം ഇതൊന്നും കണ്ടില്ല. ഈ മലകളും ഈ സീനറീസും ഒന്നും കണ്ടില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ അവിടെ ഇറങ്ങി ഇതിൻ്റെ 2 പിക്ചേഴ്സൊക്കെ എടുത്തു ഞങ്ങൾ. തിരിച്ചു പോകും വഴി റാസൽ കൈമിൽ എൻ്റെ കസിനുണ്ട്. കസിനെ ഒന്ന് കണ്ടിട്ട് പോകാനാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങളിപ്പോൾ കസിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം ഹാങ്ങിങ് ഗാർഡൻ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. ഇതാ അവിടെ എത്തി പച്ചമുളക് റെസ്റ്റോറൻറ്റിൽ കയറി കസിൻസും ഒത്ത് നല്ല സൂപ്പർ ചട്ടിച്ചോറ് കഴിച്ചു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. വന്നാൽ നല്ല വിശപ്പുമായിട്ട്, പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പോൾ കഴിച്ചു തീർക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഹാങ്ങിങ് ഗാർഡനിലോട്ട് പോകാനുള്ള പ്ലാൻ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. അവിടോട്ടുള്ള നല്ല ട്രാഫിക്കാണെന്ന് അറിഞ്ഞു. അപ്പോൾ പിന്നെ മടിയായി പോകാൻ. അപ്പം ഇന്നത്തെ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ജബൽ ജേസിൽ പോകാത്തൊരു വട്ടമെങ്കിലും പോയി കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്.